പ്രണയമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം കണ്ടപ്പോ എന്താ എനിക്ക് ഫീൽ ചെയ്തെന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ എഴുതും. അശ്വിനെ മാനമ്പോ നമ്മൾ ഇത്ര റൊമാൻറ്റിക് ആയിട്ട് ഡയലോഗ് വേണ്ടെന്ന് കാര്യമില്ല. ഇതെല്ലാം ഇവിടെ കൊള്ളാക്കും തോന്നുന്നുണ്ട്. പാത്തുമ്മ കുറച്ച് റൊമാൻറ്റിക് എഴുത്. ഇല്ല, ഇത് സത്യം ഞാൻ എഴുതി എന്തിനാ എഴുതിയെന്ന് ചോദിച്ചാൽ ഞാനുള്ള കഥയും പറഞ്ഞു കൊടുക്കും. റൊമാൻറ്റിക് എഴുതുമ്പോ റൊമാൻറ്റിക് ആയിട്ട് ഒന്നും എഴുതായില്ല. ഓക്കെ, ഇനി അവിടെ അശ്വിന് പേന കൊടുക്ക്. അശ്വിനും എന്നെ മീറ്റ് ചെയ്തപ്പോ കറക്റ്റ് എന്താന്ന് സത്യം എഴുതിയാൽ മതി കേട്ടോ. സത്യം. അശ്വിൻ ഇസ് വെരി കോൺഫിഡന്റ്. വെരി കോൺഫിഡന്റ്. അല്ല, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോ എന്തായിരുന്നു. ഞാൻ അശ്വിനെ ഞാനൊരു സെന്റൻസ് പറഞ്ഞേ. നോക്കരുത്, നോക്കരുത്. ഈ കുട്ടി ഞാൻ കുറച്ച് എക്സ്പെർട്ട് ആണ്. അത് വായിക്കാൻ പറ്റുമെങ്കിൽ പുണ്യം. അത്ര പന്ന ഹാൻഡ് റൈറ്റിംഗ് പേനയൊക്കെ പിടിച്ച് കുറെ നാളായി. ആണോ? അതെ, ലവ് ലെറ്റർ ഒക്കെ എഴുതി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്. അതൊക്കെ പഴയ ഒരു സാധനമാണെങ്കിലും നമ്മൾ ഇപ്പൊ അത് പഠിക്കണം. ശരിയാ. അണ്ണൻ കണ്ണാരയെ പേസ വേണ്ട. ഇത് എനിക്കൊരു തമിഴ് പടം നേരിട്ട് ലൈവായിട്ട് കാണാൻ തോന്നട്ടോ. ഓക്കെ, അപ്പം ഞാൻ വായിക്കാം. ആക്ച്വലി ഞാൻ വായിക്കില്ല, ഞാൻ ആദ്യം എന്താ നോക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലായി എനിക്ക് ദിയക്ക് എന്തായിരുന്നു ഫീലിംഗ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ ദിയ ആക്ച്വലി അത് എക്സ്പ്രസ് ചെയ്തിട്ട് അശ്വിന് കാണിച്ചു കൊടുക്കണം. അശ്വിൻ അത് മനസ്സിലാവും ചെയ്യണം. അയ്യോ, എവിടെന്ന് പറഞ്ഞാ എന്തോ ഇതായിരുന്നു എന്റെ എക്സ്പ്രഷൻ. മനസ്സിലായോ? യു വിൽ നോ ദ സിറ്റുവേഷൻ. എനിക്കറിയാം, ഇതിനുള്ള റിപ്ലൈ ഞാൻ പറയാം. ആദ്യം ആ പരിപാടി എന്തായിരുന്നു പറ. സിറ്റുവേഷൻ പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻഡ്. പിറ്റി പുച്ഛം, ദേഷ്യം. വൈ ദേഷ്യം? ദേഷ്യമല്ല, ദേഷ്യമൊന്നുമില്ല, സോറി. ചൊറി അല്ലേ? ഇത്ര ക്യൂട്ടായ ആ കൊച്ചിന്റെ ഫേസ് കണ്ടിട്ടോ. ക്യൂട്ട്നെസിന്റെ അല്ല, ക്യൂട്ടാട്ടോ. വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ ദി സിറ്റുവേഷൻ. സിറ്റുവേഷന് മുമ്പ് ഒരു കാര്യം പറയാം. எங்களை மாதிரி பசங்க எல்லாம் பார்த்த உடனே படிக்காதீங்க, பார்க்க தான் பிடிக்கும். കറക്റ്റ്. അയ്യോ, ഇത് എത്രാമത്തെ വിജയ് പടത്തിലെ ഡയലോഗ്. അയ്യോ, ഇവൻ വിജയ് ധനുഷ് എല്ലാത്തിനും കൂടെ കലക്കി രജനീകാന്ത് എല്ലാരും മിക്സ് ചെയ്ത് അങ്ങനെ നടക്കുന്നത്. ലവർ ആണല്ലേ? തമിഴ് മൂവി. സ്ക്രിപ്റ്റ് വേറെ എങ്കിരുന്ന് കിടക്കരുത്, ഡയറക്ടറാ നമ്മ എല്ലാം അങ്കിരുന്ന് തിരുടാ. സിറ്റുവേഷൻ ഐ ടെൽ യു. നമ്മൾ തമ്മിൽ ഫസ്റ്റ് ടൈം സംസാരിക്കാൻ ഇട വന്നൊരു സ്ഥലം ഇവിടത്തെ തന്നെ പുഞ്ചക്കിരിയിലെ ഷാപ്പിൽ വെച്ചാണ്. ഞാൻ വെള്ളം അടിക്കാറൊന്നുമില്ല, അതിനൊന്നും വേണ്ടി പോയതൊന്നുമല്ല. ഫുഡ് കിട്ടും, അടിപൊളി ഫുഡ് കിട്ടും. അവിടത്തെ ഫിഷ് അതെന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു, മീൻ പൊള്ളിച്ചത്. അപ്പൊ അത് കഴിക്കാനാണ് ഞാൻ ചെന്നത്. എന്റെ 1-2 കൂട്ടുകാര് കോളേജ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ചെന്നു. അപ്പൊ ഇവൻ അന്ന് എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. എനിക്ക് അത്രേ പരിചയമുള്ളൂ, വേറെ പരിചയമൊന്നുമില്ല. ഒരു പയ്യൻ. ഓക്കെ, അങ്ങനെ ഹി ജസ്റ്റ് കെയിം ഇൻ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഈ ഒരു മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫെലോ കുറച്ചധികം പ്രൈസ് ചെയ്യുമായിരുന്നു പുള്ളിക്കാരനെ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഐ ഹാഡ് വൺ ഈഗോ വെൻ ഐ വാസ് ഇൻ കോളേജ്. എനിക്ക് വെച്ചാൽ എല്ലാരും എന്നെ പുകഴ്ത്തണം എന്നൊരുണ്ട്. അത് അന്നത്തെ അസുഖം. എന്തെങ്കിലും കൊടുത്തായിരുന്നു ആ ഫ്രണ്ടിന്? എന്തെങ്കിലും മറ്റേ കൈക്കൂലി?